സുവിശേഷത്തോട് നിങ്ങൾക്കെതിർപ്പുണ്ടാകാം. സുവിശേഷ പ്രവർത്തനത്തോട് നിങ്ങൾക്ക് ഒരു പക്ഷേ അനുകൂല സമീപനമുണ്ടായെന്നും വരാം. പക്ഷെ അത് നമ്മൾ പ്രതിഫലിക്കുന്നത് വ്യത്യസ്ത നിലകളിലാണ്. ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വെറുതെ വഴി കൂടെ നടന്നു പോയാൽ മതി, ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കും. വെറുതെ നമ്മൾ ചീത്ത വിളിക്കും. നമ്മളവരെ തിരിച്ച് ചീത്ത വിളിക്കാറില്ല, നമ്മൾ ഒന്നും പറയാറില്ല. സുവിശേഷ പ്രവർത്തകർ തല താഴ്ത്തി അങ്ങ് നടന്നങ്ങ് പോകുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ചു നിന്നാൽ 2 തെറി വിളിച്ചാലോ? അവൻ 2 തെറി വിളിച്ചോളൂ, നമ്മളൊരു 4 എണ്ണം തിരിച്ചു വിളിച്ചാലോ? അവനൊന്നും പറയുകയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, അവൻ നടുങ്ങിപ്പോവും. പക്ഷെ നമുക്കത് പറയാൻ വ്യവസ്ഥയില്ല. അതാണ് സത്യം, ഇല്ലേ? നമ്മുടെ കയ്യെ പിടിച്ച് തിരിച്ചു, നമ്മളൊരു ട്രാക്ടർ കൊടുത്തപ്പോൾ നമ്മുടെ കയ്യെ പിടിച്ച് തിരിച്ചു, നല്ല വേനെടുത്തു. നമ്മൾ പറഞ്ഞ കയ്യെ അങ്ങ് പിടിപ്പിച്ചിട്ട് അവൻ്റെ ചെവിക്കിൽ നോക്കി 2 എണ്ണം അങ്ങ് പൊട്ടിച്ചു. നല്ല ശക്തിയിൽ, ഒരു 25 കിലോ വെയിറ്റിൽ. അവൻ നടുങ്ങിപ്പോവും. അവൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ തല്ലിയായിരുന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് നിങ്ങളെ കയ്യെ പിടിച്ച് തിരിച്ചത്. കണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്കങ്ങനെ ചെയ്യാൻ വ്യവസ്ഥയില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ട് സ്തോത്രം, ഒത്തിരി ആളുകൾ നമ്മുടെ മേലെ ഓടിക്കയറാറുണ്ട്. എൻ്റെ പ്രിയരെ, നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എഴുതി പ്രതികരിക്കാൻ പോലും പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നമ്മിലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവശക്തി പ്രതിഫലിക്കുന്നത് ഇതുപോലുള്ള കായിക പ്രകടനത്തിലൂടെയല്ല. ആ ദൈവശക്തി പ്രതിഫലിക്കുന്നത് ആ മനുഷ്യൻ നമ്മിൽ വീക്ഷിക്കുന്ന ആത്മാവിലുള്ള ഭയത്തിലൂടെയാ. എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസമൊക്കെ നിങ്ങളെ ചീത്ത വിളിച്ചു, പിന്നീട് നിങ്ങളിൽ എന്തോ ഒരു വ്യത്യസ്തത ആ മനുഷ്യൻ തിരിച്ചറിയും. അതുറപ്പാ, അല്ലേ? സ്തോത്രം. എത്രയോ ആളുകൾ, ഞാൻ ഈ പല ഇടങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ, കവലകളൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകളൊന്ന് ചീത്ത വിളിക്കാറുണ്ട്. എനിക്ക് തെറി അറിയാൻ പാടില്ല ഞാൻ തിരിച്ചു വിളിക്കാത്തത്. എനിക്ക് നല്ല 1ാം ക്ലാസ് തെറി അറിയാം. കാരണം ഈ റോട്ടിൽ കൂടെ നടന്ന് ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഈ നാട്ടുകാർ വിളിക്കുന്ന തെറി മുഴുവനും ചെവിക്കകത്തോട്ട് കയറുകയല്ലേ, മുഴുവൻ കാണാപ്പാടായി. ഏതെല്ലാം ടൈപ്പ് തെറി വേണം, അത് മുഴുവനും കാണാപ്പാടായി. ഏത് ജില്ലക്കാര്, ഏത് പഞ്ചായത്തുകാർ, ഏത് വാർഡുകാർ ഉപയോഗിക്കുന്ന തെറി വരെ മിക്കവാറും ഉപദേശിമാരുടെ തലയ്ക്കത് കയറിയിട്ടുണ്ട്. കാരണം അതുപോലത്തെ അത് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുള്ളൂ കേട്ടോ. എങ്കിലും പറയുക, നമ്മൾ പ്രതികരിക്കാറില്ല. സ്തോത്രം. തെറി അറിയാൻ പാടില്ല, അതിൻ്റെല്ല, 1ാം ക്ലാസ് തെറി അറിയാം. പക്ഷെ പറയാൻ നമുക്ക് വ്യവസ്ഥയില്ല. സ്തോത്രം. സുവിശേഷത്തിനെതിരെ ഒത്തിരി ആളുകൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ നിങ്ങൾ ഒരു കാലത്ത് സുവിശേഷത്തിനെതിരെ നിന്നവരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? കർത്താവിൻ്റെ ഒരു പിടി ഏതോ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മേലുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വരാൻ കാരണമായി തീർന്നത്. ചില ആളുകൾ സുവിശേഷം ദേശത്ത് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം അപ്പോസ്തലപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച്, എവിടെയാണ് അവരുള്ളത്? അവരുടെ മേലൊരു നടപടിക്ക് അനുവാദമില്ലാത്ത കാലഘട്ടമായിരുന്നു അന്ന്. അവരെ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കേസ് കെട്ടാകുമോ എന്ന് ഭയന്ന ആളുകൾ ഒളിഞ്ഞും പാത്തും ഒക്കെയായിരുന്നു അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ അതിനുവേണ്ടി തന്നെ ഒരു ഓർഡിനൻസ് ഉണ്ടാക്കിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അതിനുവേണ്ടി ഒരു പത്രം, അധികാരപത്രം എന്ന മലയാളത്തിൽ ഒരു ഓർഡിനൻസ്, അവൻ അതിനൊരു നിയമം ഉണ്ടാക്കി, ആ നിയമം പാസാക്കി, ആ നിയമത്തിന്റെ ഓർഡിനൻസ് കൈപ്പറ്റിയ ഒരു മനുഷ്യൻ. അവൻ അധികാരം മേടിച്ചു, അവൻ അധികാരമുണ്ട്. അവൻ ഒരറ്റം മുതൽ താൻ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി ചെയ്ത് ഇങ്ങനെ വരിക. പാവപ്പെട്ടവരായ ദൈവമക്കളെ അവരുടെ വീട്ടിൽ കയറി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ എങ്ങനെയെല്ലാം പീഡിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പീഡിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു മനുഷ്യൻ, ഗവൺമെന്റിന്റെ അറിവോടെ.
ഒളിഞ്ഞും പാത്തുമല്ല, നേരിട്ട്. അങ്ങനെ ഗവൺമെന്റിന്റെ അറിവോടെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുകളിലൊരു ഗവൺമെന്റ് ഉണ്ടെന്നുള്ള പുള്ളി അറിഞ്ഞില്ല. മുകളിലൊരു ഗവൺമെന്റ് ഉണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ ഗവൺമെന്റ്. അധികാരം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗവൺമെന്റ്. ആമേൻ. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് അധികാര കൈമാറ്റം നൽകിയ അധികാര കേന്ദ്രീകൃതമായ സ്ഥലം യേശുക്രിസ്തു. ആ സ്ഥലത്ത് നിന്ന് ഒരു ഇടപെടി. പോകുന്ന വാഹനം നല്ല സ്പീഡുള്ള വാഹനമാണ്. അധികാരവുമായി ദമസ്കസ് എന്ന പ്രസിദ്ധ നഗരത്തിലേക്ക്. അവിടെയുണ്ട് കുറെ ദൈവമക്കൾ, ശക്തന്മാരായ ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ആരാധിക്കുന്ന ദൈവമക്കൾ, ഒരു സിവിൽ കേസിൽ പോലും പെടാത്ത ദൈവമക്കൾ, കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ദൈവമക്കൾ, ഒരു മനുഷ്യനെ അതിരുമാന്താത്ത ദൈവമക്കൾ, രാജ്യത്തിനും ഒരു വിധത്തിലും ഒരു തീവ്രവാദ കേസിൽ പോലും പെടാത്ത ദൈവമക്കൾ, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഈ ചങ്ങാതി വണ്ടിയായിട്ട് അടിച്ചു വിട്ടു പോവുക. 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 3-ാം വാക്യം. അവൻ ദമസ്കോസിനോട് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ മേൽ ചുറ്റും മിന്നി. പെട്ടെന്നാ കേട്ടോ. ഓർഡിനൻസ് ഉണ്ടാക്കിയത് കുറച്ച് സമയം പിടിച്ചാണെങ്കിലും നിന്റെ കാര്യത്തിൽ ദൈവം തീരുമാനമാക്കുന്നത് പെട്ടെന്നായിരിക്കും. സ്തോത്രം. കുറച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ ഈ ഓർഡിനൻസ് നടക്കുള്ളൂ. പക്ഷെ ആ ഓർഡിനൻസ് ഉണ്ടാക്കാൻ നിനക്ക് ചില കഷ്ടം അനുഭവിച്ചെന്ന് വന്നേക്കാം. പക്ഷെ നിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത് പെട്ടെന്നായിരിക്കും. ഓൺ ദ സ്പോട്ടിൽ ഔട്ടായില്ല, അത് ഭാഗ്യം കൂട്ടിയാൽ മതി. പക്ഷെ 2 കണ്ണും അടിച്ചുപോയി. സ്തോത്രം. എന്തൊരു ഭീകരതയല്ലേ! സുവിശേഷത്തിന് വേണ്ടി ദൈവത്തിന്റെ മക്കൾക്കെതിരെ കളിയിറക്കിയാൽ, ശൗലേ നിന്റെ കണ്ണ് മാത്രമേ അടിച്ചു പോയിട്ടുള്ളൂ, ബാക്കി ഇത് കിടക്കുക. ഇനി സ്തോത്രം. നിന്റെ കണ്ണ് മാത്രം അടിച്ചു പോയത് ഞാൻ നിനക്ക് തിരിച്ചു തരാം. പക്ഷെ ഒരു 2-3 ദിവസത്തേക്ക് നിന്റെ കണ്ണടിച്ചു പോയാലേ നീ ഞാൻ ആരാണെന്ന് പഠിക്കുള്ളൂ. എന്തായാലും നിങ്ങൾക്കറിയാം, ആ ശൗൽ പൗലോസായി കർത്താവിന് പ്രയോജനമുള്ളവനായി മാറി. എന്റെ പ്രിയരെ, പെട്ടെന്നാണ് ചില കാര്യത്തിൽ ദൈവം തീരുമാനമാക്കുന്നത്. നമ്മൾ ചിന്തിക്കും ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന്. എല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവം. ആ പാളയത്തിന്റെ ബാരിക്കേഡ് മൊത്തം ഡെമസ്കോസിന്റെ പടിവാതിക്കെ കൊണ്ട് കൂട്ടിയിട്ടേക്കുക. അവിടെ വന്നാണ് ഇവൻ ഇടിച്ചു വീണെന്ന് എന്റെ വിശ്വാസം. പാളയം ഇറങ്ങി വിടുവിക്കുന്ന ദൈവം. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യെരൂശലേമിലുള്ള ദൈവമക്കളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. സ്തോത്രം. കാരണം പ്രാർത്ഥിക്കുന്നവനെ തൊട്ടാൽ കൈപൊള്ളും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ, അവൻ ദൈവകൃപയിൽ ജീവിക്കുന്നവനെ, ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവനെ ഞോണ്ടാൻ പോകരുത്. ഞോണ്ടിയാൽ ദൈവം നിന്നെ ഞോണ്ടും. അത്രക്ക് ഡേഞ്ചറസ് ആണ് ഈ കാര്യം. പൗലോസ് ദൈവത്തിന് വേണ്ടി ശക്തമായി പിൽക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ പൗലോസിനെ പിടിക്കാൻ ദൈവം ഒരു കെണി ഒരുക്കി വെച്ചെന്നേ ഞാൻ പറയുള്ളൂ. കെണി ഒരുക്കി വെച്ചത് ദമസ്കോസിലായിരുന്നു. നീ എതിലെ വേണം പൊക്കോ, പക്ഷെ ദൈവം നിനക്കൊരു കെണി വെച്ചിട്ടുണ്ട്. ആ കെണിക്കകത്ത് ശൗല് വീണെങ്കിൽ നീ ഒന്നും അല്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നിമിഷനേരം കൊണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സുവിശേഷം അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ഈ രാവിലെ ഞാനൊരു വാണിംഗ് തരികയല്ല, പരിശുദ്ധ ദൈവത്തിൻ്റെ വചനം അവരോട് പറയുന്നത്. ആമേൻ.
മുള്ളിനോട് ഉതയ്ക്കുന്നത് വിഹിതമല്ല. ഈ രാവിലെ സമയം സുവിശേഷത്തിനെതിരെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉറപ്പിച്ചൊരു കാര്യം പറയാം. നിങ്ങളായിരിക്കും സുവിശേഷം ഏറ്റവും അധികം പ്രസംഗിക്കാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇതിനെതിരെ അവൻ ഉതയ്ക്കുന്നവരോട് നമുക്ക് വിഷമമൊന്നുമില്ല. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല മനുഷ്യരവർ. ഒരു മനുഷ്യൻ മോശമായി തീരുന്നത് പിശാചിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ്. അവരെല്ലാം നല്ല മനുഷ്യരാണ്. നമുക്ക് അവരോട് പ്രാർത്ഥിച്ചാലോ? നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസലിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ഇന്ന് രാവിലെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഹൃദയമായി സംസാരിക്കണമേ. ഒരു അപകടം ഉണ്ടാകാതെ, ഒരു ആപത്തും ഉണ്ടാകാതെ ദൈവത്തെ അറിയുവാൻ അവർക്കൊരു ഭാഗ്യം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ദൈവമക്കൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീയാണ് അവരുടെ സങ്കേതം, നീയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ. ഈ ലോകത്തിലെ ഒരു പ്രൊട്ടക്ഷനും അവൻ കർത്താവെ ദൈവമക്കൾക്ക് ഒരിക്കലും ശാശ്വതമല്ല. അങ്ങനെയെങ്കിൽ കർത്താവെ, നിന്റെ കരമാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്. കരങ്ങളിൽ ഈ കുടുംബത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി, ഈ സഹോദരനെ, ഈ മാതാവിനെ, ഈ പിതാവിനെ, ഈ സഭയുടെ പ്രവർത്തനത്തെ കർത്താവ് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഹൃദയം തുറന്ന് ഞാൻ ഇവിടെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഡെമസ്കോസിന്റെ വെടിവാതിക്കൽ നിന്ന് കാഴ്ചയില്ലാത്തവനായി നേർവീതിയിലേക്ക് പോകുന്ന ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ 10,000 ദൈവമക്കളുടെ അകക്കണ്ണിന് കാഴ്ച കൊടുത്ത ഈ പൗലോസിന്റെ പ്രഭാഷണങ്ങൾ ലേഖനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ദൈവം അത് ചെയ്യാൻ കഴിയും. ഒത്തിരി ആളുകളെ കണ്ണു തുറപ്പിക്കാൻ ദൈവം നിങ്ങളുടെ പ്രഭാഷണത്തിന്, നിങ്ങളുടെ പ്രവർത്തനത്തിന്, നിങ്ങളുടെ വചനധ്യാനം അതിന് കാരണമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.